ഒരു കോളേജ് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വെച്ച് 100-200ഓളം വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ 10-15 പേർ ചേർന്ന് ഒരു വിദ്യാർത്ഥിയെ നഗ്നനാക്കി പരസ്യ വിചാരണ ചെയ്ത് ദിവസങ്ങളോളം മർദ്ദിക്കുന്നു. പിന്നീട് അയാളെ മരിച്ച നിലയിൽ കാണപ്പെടുന്നു. റാഗിങ്ങിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തു എന്നൊക്കെയാണ് നരേഷൻ. ഒരു കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയെയൊക്കെ ആര് റാഗ് ചെയ്യാനാണ് സർ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടില്ലേ? തലയിലും മുഖത്തും കഴുത്തിലും തോളിലും നെഞ്ചിലും കൈകളിലുമെല്ലാമായി 18 മുറിവുകളാണ് കണ്ടെത്തിയത്. എല്ലാം 2-3 ദിവസം പഴക്കമുള്ളത്. ദണ്ടുകൊണ്ടോ ചൂരൽ കൊണ്ടോ പട്ടിക കൊണ്ടോ ഒക്കെ അടിച്ച പാടുകൾ. ആമാശയത്തിൽ ഒരു വറ്റുപോലും ഇല്ലായിരുന്നു എന്ന് ആ യുവാവ് കടന്നുപോയിട്ടുണ്ടായേക്കാവുന്ന വേദന എത്രത്തോളമായിരിക്കുമെന്ന് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? ചെയ്തത് SFI-കാരാണത്രേ. ആരായാലും അവർ ഗോത്രബോധം തലക്ക് പിടിച്ച സോംബികളാണ്. 3 ദിവസം ഒരു മനുഷ്യജീവനെ നടുത്തളത്തിലിട്ട് അടിച്ചൊടിക്കുന്നത് നോക്കി നിന്ന, ഇതുവരെ അതേക്കുറിച്ച് ഒരക്ഷരം പുറത്തു പറയാത്ത വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നാം കരുതിയിരിക്കണം. അവരും തങ്ങളുടെ ഊഴം കാത്തു നിൽക്കുന്ന പൊട്ടൻഷ്യൽ സോംബികളാണ്. അവർ നമ്മുടെ നാടിന് ആപത്താണ്. ആ യുവാവിനെ മരിച്ച നിലയിൽ കാണപ്പെടുന്നത് 18-ാം തീയതിയാണ്. അതും ഒരു ഞായറാഴ്ച. അന്ന് തന്നെ ആ യുവാവിനെതിരെ ഒരു വിദ്യാർത്ഥിനി ഒരു പരാതി കൊടുക്കുന്നു. ഇതുവരെ ആർക്കും ഒരു സംശയവും തോന്നുന്നില്ലല്ലോ. 19-ാം തീയതി പരാതി അധികൃതരുടെ കയ്യിലെത്തുന്നു. കുറ്റാരോപിതൻ ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ നടപടിയൊന്നും എടുക്കാൻ കഴിയില്ലെന്ന് 20-ാം തീയതി ചേർന്ന അവരുടെ യോഗം തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ നടക്കുന്നത് കേരളത്തിലാണ് സർ. വല്ല ഉത്തരേന്ത്യൻ പഞ്ചായത്തുകളിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഇവിടെ കിടന്ന് മെഴുകി മരിക്കാറുള്ള നമ്മുടെ സാംസ്കാരിക നായകരുടെ അണ്ണാക്കിലൊക്കെ എന്താണാവോ? ഒരു വാക്കുകൊണ്ട് വേണ്ട സമയത്ത് വിയോജിക്കാൻ കഴിയാത്തവരുടെയൊക്കെ ജീവിതത്തെ ഓർത്ത് കഷ്ടമാണ് തോന്നുന്നത്.